ദോഷം പറയരുതല്ലോ. ഇത് കേരളമാണ്, കേരളം നമ്പർ 1 എന്നൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ വീണ ജോർജും ഒക്കെ പലവട്ടം പറയുന്നത് കാര്യമില്ലാതില്ല. നമ്പർ 1 തന്നെയാണ്. അത് തെളിയിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണ് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ആയിട്ടുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് പണ്ട് ബീഹാറിനും അതുപോലെ തന്നെ ഉത്തർപ്രദേശിനും പണ്ടുണ്ടായിരുന്ന ഗുണ്ട സ്റ്റേറ്റ് എന്നുള്ള ആ പേര്, ആ സൽപ്പേര് ഇപ്പോൾ കേരളത്തിന് ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും മാനദണ്ഡങ്ങളും അർഹതയുണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മഹാനഗരങ്ങളിൽ പോലും ഗുണ്ടാ വിളയാട്ടം നടക്കുകയാണ്. അതിനെയാണ് നമ്മൾ പണ്ട് ബീഹാറിൽ ഗുണ്ടാ സ്ഥലത്താണ്, റോഗ് സ്റ്റേറ്റ് എന്ന് വരെ പറഞ്ഞു. ഉത്തർപ്രദേശിനെ അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. ബുൾഡോസർ വന്ന് ഒരു പ്രയോഗം നടത്തിയതോടുകൂടി ഉത്തർപ്രദേശിൽ അത് കുറഞ്ഞു. നിതീഷ് കുമാർ അവിടെ മദ്യം നിരോധിച്ചതോടുകൂടി ബീഹാറിൽ നിന്നും അത് പമ്പ കടന്നെത്തിയത് കേരളത്തിലേക്കാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇവരേറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത് കേരളത്തിൽ ആണ് എന്നാണ് വരുന്നത്. കേരളത്തിലാണ് ഇപ്പോൾ സജീവമായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മഹാനഗരങ്ങളിൽ മാത്രമല്ല, ചെറുനഗരങ്ങളിലും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാപ്പ ചുമത്തപ്പെടുന്ന ആൾക്കാർ തന്നെ പ്രതികളായിട്ടുള്ള കേസുകൾ ധാരാളം വരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, പത്തനംതിട്ട ജില്ലയിൽ മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ കാപ്പ കേസിൽ പ്രതിയായ ഒരാൾക്ക് പാർട്ടിയിൽ അവിടെ മെമ്പർഷിപ്പ് മാത്രമല്ല ഭാരവാഹിത്വവും കൊടുത്തത് അത്ര വിദൂരമായ കാലത്തൊന്നുമല്ല, ഈ മന്ത്രിസഭയുടെ കാലത്ത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ കാപ്പ കേസിലെ ഒരു പ്രതി തന്നെയാണ് അടുത്തിടെ തിരുവല്ലയിൽ ഒരു സ്പായിൽ കയറി അവിടുത്തെ ഉടമയല്ല ജോലിക്കാരിയായ സ്ത്രീയെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് പട്ടാപ്പകൽ ബലാത്സംഗം ചെയ്തത്. 50,000 രൂപ ചോദിച്ചുകൊണ്ടായിരുന്നു ഈ സാഹസം. 50,000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു കളയുമെന്ന് പറഞ്ഞു. ആ വാക്ക് അയാൾ പാലിച്ചു. കത്തി കഴുത്തിൽ വെച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ വന്ന ഒരു കസ്റ്റമറെ പരസ്യമായിട്ട് അത് ചെയ്യുന്നതിൻ്റെ കാഴ്ചക്കാരനാക്കി വയ്ക്കുകയും ചെയ്തു. ഇതൊന്നും പോരാ, എന്നിട്ട് അരിശം തീരാഞ്ഞവൻ തുണിയെല്ലാം ഉരിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ചിത്രം വീഡിയോ കൂടി എടുത്ത് ഈ വീഡിയോ രഥം ഞാൻ കേരളം മുഴുവൻ പ്രദർശിപ്പിക്കൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ജോലിക്കാരി ഇതിന് മൂകസാക്ഷിയായിട്ട് നിന്നു എന്നുമാണ് പറയുന്നത്. തിരുവനന്തപുരത്തും അടുത്തയിടെ ഒരു സ്പാ നടത്തിയിരുന്ന സ്ത്രീയെ അല്ലെങ്കിൽ യുവതിയെ അവിടെ വന്ന ഒരാൾ ഗുണ്ട തന്നെയാണ്, മോശം പറയരുതല്ലോ, അദ്ദേഹം വളരെ മാരകമായ രീതിയിൽ ആക്രമിച്ചു. ഉടൻ തന്നെ അവിടെ പുതുതായിട്ട് വന്ന മേയർ VV രാജേഷ് ആ സ്പായെക്കുറിച്ച് അന്വേഷണം നടത്താനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് കേരളത്തിലെമ്പാടും അനധികൃതമായ ഇത്തരം മസാജ് പാർലറുകൾ, മനോഹരമായിട്ടുള്ള പേരുകളാണ്, ആ പേരുകളിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പേരേ ഉള്ളൂ, അതിൻ്റെ മറയ്ക്കുള്ളിൽ നടക്കുന്നത് നഗ്നമായിട്ടുള്ള അനാശാസ്യ പ്രവർത്തികളാണ്. ഒരു സ്പായുടെ കാര്യം യൂണിസെക്സ് മസാജ് പാർലർ, യൂണിസെക്സ് സ്പാ എന്നൊക്കെ. ഈ സ്പാ എന്താണെന്ന് വെച്ച് എനിക്ക് അർത്ഥം സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് ഈ സ്പാ എന്താണെന്ന് മനസ്സിലാവുന്നത്. സ്പായല്ല, അത് സ്പായാണ്. പക്ഷേ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ബോധ്യമായിട്ടുള്ളത്. ഈ യൂണിസെക്സ് സ്പായിലുള്ളിടത്ത് പെൺകുട്ടികളാണ് കൂടുതൽ. ആ പെൺകുട്ടികൾ ഉള്ളിടത്ത് ഒരാൾക്ക് വേണമെങ്കിൽ 15 ദിവസം വരെ തുടർച്ചയായിട്ട് കസ്റ്റമറായിട്ട് അവരുടെ സേവനം എന്ന് പറഞ്ഞാൽ ഈ തിരുമ്മലിനൊന്നുമല്ല, അല്ലാതെ തന്നെ കിട്ടും. ആ ഉടമ ആ വിധത്തിലാണ് അതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടികൾ പാവങ്ങൾ ഗതികോടുകൊണ്ട് വരുന്നതാണ്. അവരല്ലാതെ ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തികളിൽ ഏർപ്പെടാൻ വരുന്നതല്ല. നമ്മുടെ രാജ്യത്ത് കേരളത്തിലാണല്ലോ നമ്പർ 1 ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഇന്ന് ഉള്ള സംസ്ഥാനം ആണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ മുകളിലാണ്, നമ്മൾ നമ്പർ 1 ആണ് ആ കാര്യത്തിൽ. അപ്പോൾ തൊഴിലില്ലാത്ത ഗതികേട് കൊണ്ട് ഒരു വരുമാന മാർഗവും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് ആയിപ്പോകുന്നു. കടകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും അവരെ എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടമകൾ, മുതലാളിമാർ. അപ്പോൾ ഈ ചൂഷണത്തിനെതിരായിട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം
അതിൻ്റെ തീപ്പൊരിയോടുകൂടിയുള്ള പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തടയാനായിട്ട് ഇവരിതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിദാരിദ്ര്യ വിമുക്തമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കമലഹാസനെയൊക്കെ കൊണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ടുള്ള പരസ്യങ്ങളോടുകൂടി PR വർക്കോടുകൂടി അവതരിപ്പിച്ച നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, നിഷ്പ്രഭമായി പോകും ഈ പെൺകുട്ടികളുടെ ഗതികേടിന് മുമ്പിൽ. ഇതുപോലെ തന്നെയാണ് സെയിൽസ് ഗേൾസ് എന്നും പറഞ്ഞ് നട്ടപ്ര വെയിലത്ത് നടക്കുന്ന സെയിൽസ് ഗേൾസ്. ഗതികേട് കൊണ്ടാണ്, കുടുംബത്തിന് വേറെ വരുമാനമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ എന്തെങ്കിലും ഒരു അന്വേഷണം അതിനെപ്പറ്റി നടക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു ഈ സൊമാറ്റോ എന്ന് പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ആഹാരവും ചുമന്നുകൊണ്ട് ചുടുവെയിലും ഇപ്പോഴത്തേത് EV റൈസുള്ള സൂര്യപ്രകാശം കൂടിയാണ്. അത് കണ്ണിനും ശരീരത്തിനും മാരകമായിട്ടുള്ള ക്യാൻസറുകൾ വരെ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള റേസാണ്. അതിൽ പോലും നട്ട 12 മണിക്കും 1 മണിക്കും കസ്റ്റമറുടെ സൗകര്യം അനുസരിച്ച് ഈ വാഹനത്തിൽ പോകുന്നവർക്ക് വേണ്ടി പാക്കേജ് ഉണ്ടാക്കി, മിനിമം സാലറി ഉണ്ടാക്കി, നിബന്ധനകൾ ഉണ്ടാക്കി അവരെ രക്ഷപ്പെടുത്തി കേന്ദ്രം. ഇവിടെ എന്ത് കുന്തമാണ് ചെയ്തിട്ടുള്ളത്? ഇത്തരം ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഈ ചൂഷണത്തിനെതിരെ എന്ത് കുന്തമാണ് ചെയ്തിട്ടുള്ളത്? ഒരു കുന്തവും ചെയ്തിട്ടില്ല. അപ്പോൾ ഗതികെട്ട ഇവരെ രക്ഷിക്കുകയും അവർക്ക് വേറെ തൊഴിൽ കൊടുക്കുകയും വേണം. അല്ലാതെ നമ്മൾ ചുമ്മാതെ അവരെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് കാര്യമില്ല. അവർ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും. കാരണം വേറെ വരുമാന മാർഗ്ഗങ്ങളില്ല. തൊഴിലുണ്ടോ? തൊഴിൽ അന്വേഷിച്ചാൽ ഉണ്ടോ? വ്യവസായങ്ങളില്ല. C ദിവാകരൻ പറഞ്ഞ പോലെ കേരളത്തിൽ വ്യവസായവും വലിയൊരു കുന്തവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ചിലർക്ക് പ്രിയം എന്ന് പറയുന്നത് നെയ്മീനാണ്. ആ നെയ്മീൻ കിട്ടിയില്ലെങ്കിൽ ഊണ് കഴിക്കാത്ത ആൾക്കാരുള്ളപ്പോഴാണ് ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു വറ്റ് ചോറിന് വേണ്ടി ഈ ഗതികേടിൽപ്പെട്ടു പോകുന്ന ആൾക്കാരുള്ളത്. ഈ സംസ്ഥാനത്തെ പൗരന്മാരും പൗരകളുമാണെന്നുള്ളത് ഓർക്കണം. എന്നിട്ടാണ് 3-ാം ഊഴത്തിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളുമായിട്ട് നടക്കുന്നത്. ചൂരമീൻ വേണ്ട പോലും, അത് കിങ് ഫിഷ് തന്നെ വേണം, നെയ്മീൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണിത്? എന്തൊരു ധാരാളിത്തമാണിത്? അപ്പോൾ ഇവിടെ ഇല്ലേ ഈ നിങ്ങൾ ഈ സമത്വം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ അന്തരം വളരെ ഭീവത്സമായ രീതി, അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള അന്തരം ഇവിടെ ഇല്ലേ? ഇതെന്താ കാണാത്തത്? എന്നാൽ വ്യവസായങ്ങൾ കൊണ്ടുവരും, അവിടെ തൊഴിൽ ചെയ്ത് അവർ ജീവിച്ചു പോയിക്കോളും. വരില്ല. വ്യവസായങ്ങൾ ഇന്നിപ്പോൾ പണിമുടക്കും കൂടെ വരികയാണ്. ഇങ്ങനെ പണിമുടക്ക് നടത്തുന്ന ഇവിടെ കേരളത്തിൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ. ഒരു സംസ്ഥാനത്തേക്ക് വ്യവസായങ്ങൾ വരുമോ? അവർക്ക് ഒരു ദിവസം ലാഭം പോയാൽ എത്ര കോടി രൂപയുടെ നഷ്ടങ്ങളാണ് വരുന്നത്? ഇതൊന്നും ആലോചിക്കാതെ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും ഒരു ദർശനവും ഒരു കാഴ്ചപ്പാടുമില്ലാതെ പിന്നെ പണിമുടക്കുകൾ നടത്തിയാണ് ബംഗാളിലെ ജനങ്ങൾ പട്ടിണിക്കാരായിട്ട് മാറിയത്. പാത്രം കഴുകി ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക സമ്പാദിക്കാൻ വേണ്ടി കേരളത്തിലുള്ള ഹോട്ടലുകളിൽ നിൽക്കുകയാണ് നമുക്ക് ചുറ്റും. അതും കാണുന്നില്ല. സ്വയം നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കൂ. വേറെ ഈ താത്വിക വിചാരങ്ങളൊക്കെ പോളിറ്റ് ബ്യൂറോയിലിരുന്നുകൊണ്ട് അമേരിക്കയിൽ നിന്ന് അമേരിക്കയുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാക്കിയാൽ ഇന്ത്യൻ കർഷകൻ തകരും പൊട്ടും. ASEAN കരാറിൻ്റെ കാലത്തും ഇതുപോലെ തന്നെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ലോക വ്യാപാര കരാറിൻ്റെ കാലത്തും ഇങ്ങനെ ഘോര എഴുതിയിരുന്നല്ലോ. ഇപ്പോൾ ലോക വ്യാപാര കരാറില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതിന് വലിയ ഇക്കണോമിസ്റ്റുകളൊന്നും ആവണമെന്നില്ല, സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടുത്തെ കാപ്പി കർഷകന്, തേയില കർഷകൻ, അതുപോലെ തെങ്ങ് കർഷകനും ഒക്കെ ഗുണം കിട്ടുന്ന ഒരു കാര്യം വന്നപ്പോൾ അതിനും സമ്മതിക്കത്തില്ല. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞതുപോലെ, ട്രാക്ടർ വന്നപ്പോൾ അതിനെതിരെ കൊടി ഉയർത്തിയതുപോലെ വീണ്ടും അവസരങ്ങൾ നിഷേധിക്കുകയാണ് നിങ്ങൾ ഇത്തരം കരാറുകൾ വേണ്ട എന്ന് പറയുന്നത് വഴി. അതുകൊണ്ട് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് ഈ പട്ടിണി മാറ്റാനൊന്നും പറ്റുകയില്ല. ആ കാലം മാറിപ്പോയി എന്നുള്ള ബോധം അതുള്ള ഒരാളായിരുന്നല്ലോ മുഖ്യമന്ത്രി. കാലാനുസരണമായിട്ട് ഇത് നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുകയല്ലാതെ കമ്മ്യൂണിസ്റ്റുകൾക്കും മാർഗമൊന്നുമില്ല. കണ്ടില്ലേ ക്യൂബയുടെ ഇപ്പോഴത്തെ അവസ്ഥ? പട്ടിണിയിലും പരിവട്ടത്തിനാണ്. ഒരു തുള്ളി പെട്രോൾ പോലും കിട്ടുന്നില്ല. അമേരിക്ക അടുത്ത് അറിഞ്ഞു വെനസ്വേലയിൽ നിന്ന് വരുന്നത്. അവിടെ വെളിച്ചമില്ല, വൈദ്യുതിയില്ല, ഇന്ധനമില്ല, വാഹനം ഓടിക്കാൻ നിവർത്തിയില്ലാത്ത ഗതികെട്ട, ലോകത്തിലെ നമ്പർ 1 ഗതികെട്ട രാജ്യമായിട്ടാണ് ഇപ്പോൾ ക്യൂബ മാറിയിരിക്കുന്നത്. കേരളത്തെ ദയവീതൊരു ക്യൂബയാക്കിയോ അല്ലെങ്കിൽ ബീഹാറാക്കിയോ ഉത്തർപ്രദേശാക്കിയോ മാറ്റരുതെന്നുള്ള ഒരൊറ്റ അപേക്ഷയുള്ളൂ. ഇവിടെ സ്വർഗമൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.